സുഗതൻ സാറേ, എന്ത് കുത്തിരിപ്പത്? ഇത് എന്തെങ്കിലും പാറന്റെ മേലേക്ക് ഇരിക്കണ ചമ്മറ മടിയിട്ടിരിക്കേ. ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് താട്ടെ. അയ്യോ അങ്ങനെ അത് ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നു. പിന്നെ വീട്ടിലെ ഡൈനിങ് ടേബിൾ മേടിച്ചപ്പോഴേ അതിലിരുന്നിരുന്ന് ശീലമായിട്ട് ഇപ്പൊ കാല് വളയണില്ല. എന്നിട്ട് ഞങ്ങളെ പുരയിലൊന്നും ഡൈനിങ് ടേബിൾ ഇല്ല. എന്നിട്ട് ഞാൻ അങ്ങനെ കുത്തിരിക്കുന്നില്ലേ? നിങ്ങൾ പൊട്ടുമ്പോൾ ഒഴിവാക്കിട്ടോ. അതെ, എനിക്ക് വയറ് കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോളും കൂടുതലാണ്. അപ്പൊ ഈ വയറ് കുളയാനുള്ള വല്ല എക്സസൈസ് ഉണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ അത് മതിയോ? കാലിങ്ങനെ നീട്ടി വെച്ചിരിക്കും. എന്നിട്ട് ഈ രണ്ട് കൈ കൊണ്ടുപോയിട്ട് ഈ കാലിങ്ങനെ പിടിക്കും. പിടിക്ക്. എന്റെ കാലല്ല പിടിക്കേണ്ടത്, ഞാനാ എന്റെ കാല് പിടിക്കും. നിങ്ങളെ കാല് പിടിക്ക്. എന്റെ കാല് പിടിക്ക്. നിങ്ങളെ പിടിക്കുന്നോട്ടെ. കണ്ടോ ഇതങ്ങനെ. അതെന്താ അറിയോ, ഈ കാലിന്റെ ഇത് ഇങ്ങോട്ട് വളയ്ക്കൊണ്ടാണ് മൊയ്തു സാറിനെ തൊടാൻ പറ്റുന്നത്. ഇങ്ങനെ സ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. സ്റ്റഡിയിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളി. ഇതാ കണ്ടാ, സ്റ്റഡിയിൽ വെച്ചിട്ട് പിടിച്ചില്ലേ? പിടിക്ക്. സ്റ്റഡിയിൽ പറ്റുന്നുണ്ടല്ലേ? അതാ കണ്ടാ. എന്നാ കാണിച്ചു തരാം. അങ്ങനെയല്ല, അതങ്ങനെ. അതെന്താ അറിയോ, മൊയ്തു സാറിന്റെ കയ്യിന് നീളം കൂടുതലാണ്, എനിക്ക് കൈ നീളം കുറവ്, അതുകൊണ്ടാണ് അത് എത്താത്തത്. മൊയ്തു സാറേ, നിങ്ങൾ പൊട്ടും പൊളി ഒഴിവാക്കിട്ടോ. പഠിച്ചവൻ എല്ലാവരുടെ കൈക്ക് ഒരേ നീളം തന്നുള്ളൂ. എൻ്റെ കൈക്ക് കുറച്ച് നീളം കൂടുതൽ, നിങ്ങളെ കൈക്ക് കുറച്ച് നീളം കുറവ്. നിങ്ങൾ പറ്റൂലെങ്കിൽ അത് പറഞ്ഞോളി. ഒന്ന് പിടിച്ചു നോക്കി. ഇങ്ങനെ പിടിക്ക്. പിടിക്ക് 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 പിടിക്ക്. പിടിച്ചു പിടിച്ചു. എവിടെ പിടിച്ചു? ഞാൻ കാണുന്നില്ലല്ലോ. ഇവിടെ പിടിച്ചു പിടിച്ചു, രക്ഷയില്ല. അപ്പൊ അത് നടക്കൂല, പരിപാടി പറ്റില്ല. എന്നാ പിന്നെ വേറെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇതാ ഇങ്ങനെ കിടക്കി മലർന്നാണ്ട് കിടക്കുക. മലന്ന് കിടക്കൽ എളുപ്പമുള്ള പണിയാ. ഇങ്ങനെ നോക്കിക്കോളി. എത്ര നേരം വേണം കിടക്കും ഞാൻ? കിടന്നാ പോരാ, മലന്ന് കിടന്നിട്ട് നമ്മളെ രണ്ട് കാലും ഇതാ ഇങ്ങനെ പൊന്തിക്കുക. കണ്ടോ? ഇങ്ങനെ പൊന്തിച്ചിട്ട് 10 സെക്കൻഡ് ഇങ്ങനെ വെക്കുക. കാല് കുത്തനെ 90 ഡിഗ്രിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് മെല്ലെ കാലിങ്ങനെ താഴോട്ട് ഇങ്ങനെ. ഞാൻ ഏറ്റു. ഇനി അങ്ങനെ മടക്കാൻ പാടില്ല. കാല് മാത്രം ഉയരാവും. കിടക്കി ഒന്ന് ചെയ്. തല എവിടെ നിൽക്കിയത്? കാല് മാത്രം ഉയർത്തി. ഇവിടെ താങ്ങൊന്നും കൊടുക്കാൻ പാടില്ല. ഞാനൊന്നും കൂടി കാണിച്ചു തരാം. അടുക്കള പണിയൊന്നും നടക്കില്ല. അതെ, നമ്മൾ ഈ ചെയ്യണമൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ സത്യശീലൻ സാറ് വന്നുള്ള സ്ഥിതി അറിയാലോ. അയ്യോ, സാറ് പണ്ടത്തെ പോലല്ല. പണ്ട് ക്ലർക്കായിരുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ വില്ലേജ് ഓഫീസർ ആയപ്പോണ്ടല്ല ഓന്ത് നിറമാറുന്ന പോലെ ഒരു രക്ഷയില്ലാത്ത ആളെ കൊണ്ട്. അതാ ഞാൻ പറഞ്ഞു, ആ വരുന്നതിന് മുമ്പ് ഇത് പഠിച്ചു വെച്ചോളി. വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി. ഞാൻ പറയുമ്പോ കാല് ഉയർത്തണേ. റെഡി? 1 2 3 4. 10 സെക്കൻഡ് വെക്കണേ. 10 സെക്കൻഡ്. ഗുഡ് മോർണിംഗ് സാർ. സോറി സാർ. അല്ലാതെ എന്താ ഇത്? യോഗയാണ് സാർ. അല്ല, അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ എവിടെയാണ്? ഓഫീസിൽ അല്ലേ? വില്ലേജ് ഓഫീസറുടെ ചെയറാണത്. നിങ്ങൾ എൻ്റെ പഴയ സുഹൃത്തുക്കളാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാത്തത്. അതല്ലെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങളോട് സംസാരിക്കേണ്ടത്. അറിയാം സാർ. സൂര്യൻ സാർക്ക് കൊളസ്ട്രോളും വയറും കുറച്ച് കൂടിയപ്പോ ഒന്ന് യോഗ ചെയ്ത് കാണിച്ചു കൊടുത്തു. ശരി ശരി ശരി. സാറെ പായല് ചേട്ടാ, യോഗ പായല സാർ. കിടക്കണ്ടത് സാറേ. ഇത് സാറ് പൊക്കോളൂ. അല്ല സാറേ, സാറ് 2 ദിവസം ലീവ് ആണല്ലോ. എവിടെയാ പോയിനി? ഞാൻ മോളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്ന് കറങ്ങി. അല്ല, മോളിപ്പോ ഫൈനൽ ഇയറിൽ പഠിക്കലോ? അവളെ പഠിത്തം എന്താ ഇപ്പോ? പഠിത്തമൊക്കെ കഴിയുന്നു. മോളുടെ കല്യാണകാര്യം എന്തായി? എൻ്റെ പൊന്നു സുഹൃൻ സാറ്, എന്തിനാണ് നിങ്ങൾ ഈ എന്തായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ അറിയാൻ വലിയ ജിജ്ഞാസയാണല്ലോ. ഇതിവിടെ എന്തൊക്കെ ജോലികളുണ്ട്, നിങ്ങൾക്ക് അത് വല്ലതും ചെയ്തൂടെ? ചെല്ലേ. സാറേ, മോള് ജാതകത്തിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. എന്തായി? ജാതകത്തിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ചൊവ്വാദോഷം. ജാതകത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, സൂരൻ സാറ് പറഞ്ഞ ജാതകത്തിൽ എന്തോ. ഞാനേ നിങ്ങളോട് 2 പേരോടും കൂടി ഒരു കാര്യം പറയണം. ഇത് വില്ലേജ് ഓഫീസാണ്, അതെ അല്ലേ? അതെ. ഞാൻ വില്ലേജ് ഓഫീസറാണ്.
നിങ്ങൾ ചെയ്യുന്ന ഈ വക കസർത്തൊക്കെ പുറത്തുനിന്ന് ഒരാൾ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും? എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അതിന് സമാധാനം പറയേണ്ടത് ഞാനല്ലേ? അല്ലേ? ഞാൻ എന്ത് സമാധാനം പറയും? അതെന്തറിയോ സാറേ, ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് യോഗ നടത്തണമെങ്കിൽ ഓരോ ആവശ്യത്തിനായിട്ട് ഓരോരുത്തർ വരും. സാറിന്റെ റൂമിൽ വെച്ചിട്ടാവുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ പിയൂണിനെ പറഞ്ഞു നിർത്തിയേക്കാം, സാർ ഇവിടെ ഇല്ല, അപ്പൊ ഇങ്ങോട്ട് ആരും വരില്ലല്ലോ. എന്നെ പൊന്നു സാറേ, അവനവന്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക സമയം നമ്മൾ കണ്ടെത്തണം. ഓഫീസ് സമയം അതിനു വേണ്ടി ഉപയോഗിക്കരുത്. ഓഫീസ് സമയം അതിനു വേണ്ടി ചെലവാക്കുക. അത് ഞാൻ സുരസാരത്ത് പറഞ്ഞു. നിങ്ങൾക്ക് 10-9 വയസ്സായിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾ? എന്താ ഒരു അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആളുകൾക്ക്? ഇത് ഇന്നലെ വന്നു കഴിഞ്ഞാൽ എത്ര ആളുകൾ മടങ്ങി പോയി? നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. സാറെ, കലക്ടർ വിളിച്ചിരുന്നു. കലക്ടറോ? കലക്ടർ എന്ന് വിളിച്ചു? കായൽ തീരത്ത് ഭൂമിയുടെ പട്ടയം എന്തായി? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് എന്തായി എന്ന് മേലെ ചോദിക്കരുതെന്ന്. സാർ, ഞങ്ങളല്ല ചോദിച്ചത്, കലക്ടർ ചോദിച്ചത് എന്തായിന്ന്. അതെ, അപ്പൊ കലക്ടർ എന്തായെന്ന് ചോദിക്കൽ തുടങ്ങി. സാരമില്ല, അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. നിങ്ങൾ നോക്കോ. ഓ ശരി ശരി സാർ. സാറേ, ഞാൻ വാച്ച് എടുക്കാൻ മറന്നു. സമയം എന്തായി?